ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രചാരണങ്ങളിൽ വൻ വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. 1318 വിദ്വേഷ പ്രസംഗങ്ങൾക്കെങ്കിലും 2025 രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട്. പ്രതിദിനം ശരാശരി 4 വിദ്വേഷ പ്രസംഗ സംഭവങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായും ഇന്ത്യ ഹേറ്റ് ലാബ് ചൂണ്ടിക്കാട്ടുന്നു. 2024 അപേക്ഷിച്ച് 13% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നരേന്ദ്രമോദി ഭരണകൂടം അധികാരത്തിലേറിയതിനു പിന്നാലെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങളിൽ വർഷാവർഷം വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് 2025 മാറ്റമൊന്നുമില്ല. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹേറ്റ് ലാബിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 അപേക്ഷിച്ച് 13% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അധികം ഇരയാക്കപ്പെട്ടിരിക്കുന്നത് പതിവ് പോലെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുമാണ്. ഹിന്ദു ഭൂരിപക്ഷവാദം തീവ്രമാകുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും കൂടുതലായി വേട്ടയാടപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഹിന്ദുത്വ സംഘടനകളുടെ പ്രധാന ഇരയായി മുസ്ലിങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ക്രൈസ്തവർക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ വലിയ വർധനവ് 2025 ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. 2024 115 വിദ്വേഷ പ്രസംഗമായിരുന്നു ക്രൈസ്തവർക്കെതിരെ നടന്നതെങ്കിലും 2025 അത് 162 ഉയർന്നിട്ടുണ്ട്. 41% വർധനവ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ഹിന്ദുത്വ സംഘടനകൾ രാജ്യത്തുടനീളം നടത്തിയ അതിക്രമങ്ങളും ഭീഷണികളുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ ഈ സംഭവങ്ങൾ ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയന്റെ മുൻ പ്രസിഡന്റ് ജോൺ ദയാൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളിലേക്ക് വന്നാൽ ആകെ നടന്ന 1318 വിദ്വേഷ പ്രസംഗങ്ങളിൽ 1289 എണ്ണവും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. 2024 ഇത് 1147 എണ്ണം മാത്രമായിരുന്നു. ലാൻഡ് ജിഹാദ്, പോപ്പുലേഷൻ ജിഹാദ്, ലവ് ജിഹാദ് എന്നിങ്ങനെയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉയർത്തിയായിരുന്നു ഈ വിദ്വേഷ പ്രചാരണങ്ങളെല്ലാം എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം സമൂഹത്തിനെതിരെ ആക്രമണം നടത്താനുള്ള ആഹ്വാനം കൂടിയായിരുന്നു എന്നാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വസ്തുത. വിദ്വേഷങ്ങളിൽ ഏറിയ പങ്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ BJP നേതാക്കളോ ആണ് നടത്തിയിട്ടുള്ളത്. 10 വിദ്വേഷ പ്രസംഗങ്ങളിൽ 9ഉം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോ നടത്തിയതാണ്. ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയ 10 പേരിൽ ആദ്യ 5 സ്ഥാനത്തുള്ളതും BJPക്കാർ തന്നെയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവരും വിദ്വേഷ പ്രസംഗം നടത്തിയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയവരുടെ പട്ടികയിൽ പുഷ്കർ സിംഗ് ധാമിയാണ് ഒന്നാമത്. 71 വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം മാത്രം നടത്തിയിട്ടുള്ളത്. അടുത്തിടെ US ഹോളോകാസ്റ്റ് മ്യൂസിയം പ്രസിദ്ധീകരിച്ച ഒരു വാർഷിക ആഗോള പഠനത്തിൽ കൂട്ടക്കൊലകൾ നടക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇതുവരെ അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാത്ത എന്നാൽ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഒന്നാമതാണ് ഇന്ത്യ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2026 അവസാനിക്കും മുമ്പ് ഇന്ത്യയിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യത 7.5% റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്.